ഈ അടുത്തായിട്ട് പാലക്കാട് കീഴടക്കിയ ഒരു അടിപൊളി രുചി വിശേഷമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഫുഡ് അടിക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ കിച്ചണിലോട്ടോ. നമ്മുടെ പാലക്കാട് കാണിക്കുമ്പോൾ സ്കൂളിൽ തൊട്ടടുത്തുള്ള ഈ സോഷ്യൽ കിച്ചണിലാണ്. നമ്മുടെ തമിഴിൽ ഉടുപ്പി ബട്ടർ മസാല കണ്ടവർ കാര്യം പിടിയിട്ടുണ്ട്. സോഷ്യൽ കിച്ചണാണ്. സൺഡേ കൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ സെൽഫ് സർവീസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്യൂ നിന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് സിമ്പിളായിട്ട് തൊട്ടപ്പുറത്തിന് ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബില്ല് താഴത്ത് കൂടെ വരും. നമ്മളൊന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് ഇത് വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. നമ്മൾ വലിയ തിരക്കൊന്നും കൊണ്ടില്ല. പിന്നെ ഈ ടോക്കൺ വെച്ചിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഈ അടിക്കുന്ന ഫിൽറ്റർ കോഫി. ഇതൊരു മസ്റ്റ് ആയിട്ട് കേട്ടോ. കാരണം ഞാനൊരു കോഫി ലവറോ അല്ലെങ്കിൽ ചായ പ്രാന്തനോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് ഈ കോഫി ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ പോലെ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇവിടെ സോഷ്യൽ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്യുമ്പോൾ 2 ഓർഡർ ചെയ്യുക. ഒരാൾക്ക് 2 ഓർഡർ ചെയ്യുക. സംഭവം ചെറിയൊരു ഗ്ലാസ്സിലാണ് 2-3 സിപ്പിന് സാധനം തീരും. പിന്നെ ഈ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഈ ക്യൂ നിന്ന് എടുത്തിട്ട് വരണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കൊരു 2 ഓർഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം. നമുക്ക് ആദ്യം ഫിൽറ്റർ കോഫിയും കിട്ടി, അതുപോലെ വട കിട്ടി, ഉഴുന്ന് വടയും ചട്നി, അതുപോലെ സാമ്പാർ വട കേട്ടോ നമുക്ക് ആദ്യമേ കിട്ടിയത്. പിന്നെ നമുക്ക് ബില്ലാകുമ്പോൾ നമ്മുടെ അപ്പേട്ടം പോയിട്ട് എല്ലാം ചട്ടപ്പടയിൽ നിന്ന് എടുത്തിട്ട് വരികയാണ്. അത് തന്നെ ഇവിടുത്തെ മസാല ദോശ പറയാതിരിക്കാൻ വയ്യ. സംഭവം ഉഷാറാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമുക്ക് 2 മസാല ദോശ കൊണ്ടുവന്നിട്ടുണ്ട്. മസാല ദോശൻ്റെ അകത്ത് പൊടിയൊക്കെ ഇട്ട് നല്ല കിടക്കാഴ്ച മസാല ദോശയും, അതുപോലെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ഉടുപ്പി ബട്ടർ മസാല. അപ്പോൾ എല്ലാം നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവം കണ്ടില്ല, ഉഷാറാട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി കാണാൻ പറ്റും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ പടക്കളമായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉഷാർ ഐറ്റങ്ങൾ ആ ഉഴുന്നുവട മറ്റു സാമ്പാറിൽ കിടക്കുന്ന വായിക്കൂടെ വെള്ളം വരുന്നത്. സംഭവം എന്താ ഉഷാറാണ്. അപ്പോൾ നമുക്കിനി ഒരു തലയ്ക്ക് നിങ്ങളുടെ പണി ഇങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ദോശ തന്നെയാണ് തുടങ്ങുന്നത്. മസാല ദോശ നമ്മൾ എല്ലാവരുടെയും കാണുന്ന പോലെ ഒരുപാട് ക്രഞ്ചി ആയിട്ടോ അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടൊന്നും അല്ല. അത്യാവശ്യം കട്ടിയിലാണ് നമ്മുടെ ഒരു മസാല ദോശ കേട്ടോ. അപ്പോൾ മസാല ദോശയുടെ ഉള്ളിലാണെങ്കിൽ ഇതുപോലെ പൊടിയൊക്കെ ഇട്ട് ഇഡ്ഡലി പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മസാലയൊക്കെ വെച്ച് ചുരുട്ടിയെടുത്ത് ഇങ്ങോട്ട് തന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പീസ് മസാല ദോശ എടുത്തു, നല്ല സാമ്പാറൊക്കെ മുക്കി ആ ചട്നി കൂടി ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. സംഭവം വേറെ തന്നെ ഐറ്റമാണ്. നമ്മൾ പൊതുവെ ഇവിടെ എല്ലാവരും ഇവിടെ വരാതിരിക്കാൻ കാരണം നല്ല റേറ്റ് കൂടുതലാണെന്നൊക്കെയാണ് ഉള്ളൊരു പേടിയാണ്. പക്ഷേ റേറ്റൊക്കെ അഫോർഡബിൾ ആണ്. നല്ല റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലുള്ള വേറെ ഹോട്ടൽ വെച്ചിട്ട് എനിക്ക് റേറ്റ് വളരെ കുറവായിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ സംഭവം കഴിച്ചു നോക്കട്ടെ. സംഭവം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇപ്പം തന്നെ പറഞ്ഞുതരാം. ആഹാ, സംഭവം ഉഷാറാട്ടോ. എന്താ വെച്ചാലും ആ ചട്നിയും ആ സാമ്പാർക്ക് അടിപൊളിയാണ്. എന്താ വെച്ചാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയിട്ട് ഇതുപോലെ ദോശ, ഇഡ്ഡലി, വട അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. എപ്പോഴും മറ്റേ പൊറോട്ട, ബീഫ്, ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ആണ് കഴിക്കാറ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ സംഭവം വേറെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ബട്ടർ, അതായത് ഉടുപ്പി ബട്ടർ മസാല, ആ ബട്ടറൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ബട്ടറും ആ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മസാലയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലയും ആ ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ഇഡ്ഡലിപ്പൊടിയോ ആ ദോശയൊക്കെ കൂടി ഇങ്ങോട്ട് പിടിക്കണം കേട്ടോ. സംഭവം എന്താ വെച്ചാൽ വേറെ തന്നെ ഐറ്റമാണ്. ബട്ടറൊന്നും എനിക്കത് ഇഷ്ടമല്ലാതാണ്. സംഭവം ഇതും കൊള്ളാം. നല്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. സംഭവം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ഞാനും. പക്ഷെ എങ്കിലും എനിക്ക് ഓക്കെ ആയിരുന്നു. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആ ചമ്മന്തിയും കൂടി കഴിക്കുമ്പോൾ അതും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ല അടിപൊളി ഐറ്റം. ഞങ്ങൾ ഒരു ബട്ടർ മസാലയെ മേടിച്ചുള്ളൂ കേട്ടോ. കാരണം നമ്മൾ രണ്ടും കൂടി ഷെയർ ചെയ്ത് കഴിക്കാം. ഈ ഉഴുന്നുവടയും എല്ലാ ഐറ്റവും ഉണ്ട്. ഇതൊക്കെ കൂടി നമുക്ക് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു തലയ്ക്ക് നമ്മുടെ സാമ്പാർ വട അടി തുടങ്ങി. സാമ്പാർ വടയും എങ്ങനെയുണ്ടാവും കേട്ടോ. സാമ്പാർ സൂപ്പറായിട്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസും നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒരു ലൈറ്റ് മ്യൂസിക് ഇട്ടിട്ട് നല്ല നല്ല വൈബിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയ ചെറിയ പലഹാരക്കടികൾ ഒക്കെ കൂടി കഴിക്കാണ്ടല്ലോ. സംഭവം വേറെ തന്നെ ലെവലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവേ ഇതൊന്നും ഇഷ്ടമല്ലാതെ ഞാൻ ഇതിന് അഡിക്റ്റ് ആയി തന്നെ പറയാം. ഇനിയിപ്പോൾ പാലക്കാട് വന്നിട്ട് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ രാവിലെ നമ്മൾ വരുമ്പോൾ എന്താ വെച്ചാൽ ദോശ കഴിക്കാനൊക്കെയാണ് തോന്നാറ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ വരും, അത് ഉറപ്പ് തന്നെയാണ്. തൊട്ടപ്പുറത്തൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ കുളത്തിൻ്റെ കയറിൽ ഇരുന്നിട്ടാണ് ഈ ഫുഡ് ഇടിയൊക്കെ. സംഭവം നൈസായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കുളമൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പാലക്കാട് ചൂട് ലേശം കൂടുതലായതുകൊണ്ട് അധികം നേരമൊന്നും കുളക്കരയിൽ നിന്ന് നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. ബഡ്ജറ്റ് നോക്കി ഫുഡ് കഴിക്കുന്നവരോട് എനിക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ മടിച്ചു മരം നിൽക്കൊന്നും വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ റേറ്റ് വളരെ കുറവാണ്. 233 രൂപയാണ് ഞങ്ങൾക്ക് ആകെ വന്നിരിക്കുന്നത്. ആ ഫിൽറ്റർ കോഫി ഒക്കെ ഉണ്ട്, ഉഷാര സാധനമാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എന്താ വെച്ചാലും പറ്റുമെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക.